ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ സൂറത്ത് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് സൂറത്തിൻ്റെ ഒരു കൊച്ചി ഇറ്റലിയിലാണ്. ഇറ്റലിയുടെ ഒരു ടൗണായിട്ടുള്ള വെനീസിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ രീതി അനുസ്മരണീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു മാളാണ് നമുക്ക് പിന്നിലുള്ളത്. സൂറത്തിലെ സെൻട്രൽ ബസാർ വെനീസിയാനോ മാൾ ഏതാണ്ട് 1600 സ്ക്വയർ ഫീറ്റിൽ 2016 പണിത ഒരു മാളാണ്. സൂറത്തിൽ വെസു എന്നൊരു സ്ഥലത്താണ് ഈ ഒരു മാള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണാറുള്ള എല്ലാ മാളിൽ നിന്നും ഈ ഒരു മാളിന് മറ്റൊരു വലിയ പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാളിൽ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം, ഐ തിങ്ക് വേറെ ഉണ്ടോയെന്നറിയില്ല, മാളിനകത്ത് ഒരു ചെറിയ രീതിയിൽ ബോട്ടിംഗ് സംവിധാനം ഉണ്ട്. ഓക്കെ, സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഈ മാളിനകത്ത് പോയിട്ട് അറിയാം. അകത്തേക്ക് പോവാം. മാളിലേക്ക് കയറുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിട്ട് എന്തൊക്കെ ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വന്നത് ഒരു 11:30 ആയിട്ടാണ്. അപ്പോൾ 11 മണിക്കാണ് ഈ മാള് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സംഭവം ഇതാണ്. പഴയ വീടുകളിലൊക്കെ നടുമുറ്റുള്ള പോലെ ഈ മാളിൻ്റെ നടുവിലായിട്ട് ഒരു ജലാശയമുണ്ട്. സെൻറ്ററിൽ കാണുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് മ്യൂസിക് ഇവൻറ്റ്സ് ഒക്കെ ഈവനിങ് നടക്കാറുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഉള്ള റൈഡാ തോന്നുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് ആ വാട്ടറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്ക് അതിൽ കയറാം എന്തായാലും. അതിന് പുറമെ നമുക്ക് മുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. സെക്കൻഡ് ഫ്ലോറിലായിട്ട് ദ ഗാന്ധി സിനിമാസ് ഉണ്ട്. അവിടെ ഏതോ ഒരു ധനുഷിൻ്റെ സിനിമയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേരെ ഇഷ്ക് മെയിൻ. എന്തായാലും വെള്ളമൊക്കെ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് ഈ ബോട്ടിങ് പരിപാടിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം. എത്ര രൂപയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ ഈ വെനീസ് മാളിൽ ഒരു ചെറിയ ബോട്ടിങ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. 100 രൂപ എത്ര 2 റൗണ്ട് പോകുന്നതിന്. അപ്പോൾ അച്ഛന് വലിയ താല്പര്യമില്ല പറഞ്ഞു. അച്ഛൻ എനിക്ക് വീഡിയോ എടുത്ത് തരാം, ലോങ് ഷോട്ടിൽ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിലും അതുപോലെ അച്ഛൻ്റെ ക്യാമറയിലും മാറി മാറി ഷൂട്ട് ചെയ്യാം. സോ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇതിൽ കയറുന്ന ആൾ ചിലപ്പോൾ ഞാനായിരിക്കും. നോക്കാം. പവൻലാൽ എന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ സാരഥിയുടെ പേര്. ബോട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഇതൊരു എന്താ പറയുക, തോണി, നല്ല അലങ്കരിച്ചിട്ടുള്ള ഒരു തോണി. എന്തായാലും നല്ല പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ മാളുകളിലും ഇങ്ങനെയൊക്കെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലുലു മാളിലൊക്കെ ഇങ്ങനെ നടുവിൽ കുറച്ച് സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.
കുഴപ്പമില്ലാത്തൊരു ഡീലിംഗ് ആണ് അല്ലേ. എന്തായാലും ഇത് മൊത്തം ചുറ്റി കാണാം. കപ്പിൾസായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും. ക്ഷീണിച്ച ഒരു തിരക്കുമില്ല. മേ ബി ഈ മാൾ ഇപ്പം ഞാൻ അറിഞ്ഞത് പ്രകാരം 2016 ഈ മാൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 9 വർഷത്തോളമായി. അപ്പോൾ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാഴ്ചയല്ല. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇറ്റ്സ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ നമ്മുടെ കേരളത്തിലും ഇതുപോലത്തെ മാൾസ് വരികയാണെങ്കിൽ ടൂറിസത്തിന് വളരെയധികം സ്കോപ്പുണ്ട്. മാളിനകത്ത് തന്നെ മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ വലിയ വിശപ്പൊന്നും ആയിട്ടില്ല. സമയം 1 മണിയൊക്കെ ആയി. എന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കനത്തിലാണല്ലോ കഴിച്ചത്. മസാല ദോശയും അതുപോലെ നെയ് റോസ്റ്റ് അല്ലേ, ഉഴുന്നുവട, സോറി. അപ്പോൾ അതൊന്നും അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് ഇനിയിപ്പോൾ ഒന്നും കുടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഈ മാളിൻ്റെ ഓണർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിസ്സ ഷോപ്പിൽ പോയിട്ട്, അത് ടെർണാവോസ് പിസ്സയാണ്, അവിടെ പോയിട്ട് ഓരോ മൊജീറ്റോസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇറ്റലീൻ്റേതായിട്ടുള്ള കുറേ ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഈ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനെ പോലെയൊക്കെ ഉണ്ടല്ലോ. ശരിയല്ല ഞാൻ പറഞ്ഞത്? ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം ശരിക്കും കാണാനില്ല അല്ലേ. അപ്പോൾ ഞങ്ങളുടെ മൊജീറ്റോസ് വന്നിട്ടുണ്ട്. അത് ഇവിടെ 49 രൂപയ്ക്ക് പിസ്സ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് 49 രൂപയ്ക്ക് കിട്ടുന്നത് ഒരു സ്ലൈസ് പിസ്സയാണ്. കൊള്ളാം എന്തായാലും. അങ്ങനെ വെൻസിയാനോ മാളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സൂറത്ത് നഗരത്തിൻ്റെ തിരക്കുകളിലേക്കൊക്കെ പോവുകയാണ്. സൂറത്ത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ സിറ്റി മാത്രമല്ല, ഡയമണ്ട് സിറ്റി കൂടിയാണ്. ലോകത്തിലിപ്പോൾ ഉപയോഗിക്കുന്ന 90% വജ്രങ്ങളുടെയും കട്ടിംഗ് ആൻഡ് പോളിഷിംഗ് നടക്കുന്നത് സൂറത്ത് നഗരത്തിൽ നിന്നാണ്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഒരുപാട് സ്കിൽഡ് ലേബേഴ്സൊക്കെയുള്ള സൂറത്ത് ഡയമണ്ട് ബൗർസ് ലോകത്തിലെ തന്നെ വജ്ര വ്യാപാരത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഒരു വലിയ ഹബ്ബ് തന്നെയാണ്. ഞങ്ങൾ വെൻസിയാനോ മാളിൽ നിന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു ഗുരുകുൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. പക്ഷെ 2 ബസ് മാറി കയറണം. സിംഗിൾ ടിക്കറ്റാണ് 30 രൂപ ഒരാൾക്ക്. എന്തായാലും ഗുജറാത്തിലെ ബസ്സുകളിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. വഡോദരയിൽ കൂടുതലും മാമൻ്റെ വണ്ടിയിലും അതുപോലെ തന്നെ ഓട്ടോയിലൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഗുജറാത്തിൻ്റെ ബസ്സുകൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. സൂറത്ത് നഗരത്തിലെ ബസ് യാത്രയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഇതൊരു വെൽ ഓർഗനൈസ്ഡ് ആണ്. കാരണം ബസ്സുകൾക്കായിട്ട് തന്നെ ഒരു പാത്ത് ഉണ്ട്. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകളിലേതുപോലെ ഒരു വെയിറ്റിംഗ് സെൻറ്റർ. അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പൺ ആയിട്ട് ആളുകൾക്ക് കയറാം ഇറങ്ങാം. അതുകൊണ്ട് ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള അപകടങ്ങൾ ഒഴിവാകും. ഗുജറാത്തിലെ മറ്റു നഗരങ്ങളിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷനാണ്. ഇവിടുന്ന് വേണം നമുക്ക് ഗുരുകുലിലേക്കുള്ള ബസ് പിടിക്കാൻ. അങ്ങനെ ഗുരുകുലിലെത്തി. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്നത് കണ്ടില്ലേ, എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷമുണ്ട്. കാരണം നാളെ ഒഴിവാണ്. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ വെൻസിയാനോ മാളിൻ്റെ കാഴ്ചകളുമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.